ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. അവിടെ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് റീഡിംഗിൽ കാണാം. അപ്പോൾ ജെമിനായി, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ ഓവറോൾ എനർജി ജസ്റ്റിസ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് 2 of Swords. നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ ഈ സമയത്ത് 6 of Swords ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 of Cups ആണ്. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Cups. നിങ്ങളുടെ ഇന്റൻഷൻ ആണ് Queen of Pentacles. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ആണ് 5 of Cups. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് Queen of Wands. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ 2 of Pentacles. അപ്പോൾ ജെമിന, ഇവിടെ ഞാൻ കാണുന്നത് ജസ്റ്റിസ്, ലീബ്ര എനർജി. നിങ്ങൾക്ക് ആക്ച്വലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിങ്ങൾ ഒരു ഫ്ലിങ്ങിലല്ല നിങ്ങളുടെ എനർജി ഉള്ളത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് വെച്ചാൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിങ്ങൾ മാരിഡും ആവാം, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആയിരിക്കാം, അങ്ങനെയും ആവാം. ഈ ജസ്റ്റിസ് എന്താണ് ഇവിടെ? ലീബ്ര എനർജി, ജഡ്ജ്മെന്റ്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാ ഈ സമയത്ത് നിങ്ങൾക്കൊരു റീകൺസിലിയേഷൻ വേണം. ഇല്ല വെച്ചാ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അത് നമ്മൾക്ക് മറ്റേ കാർഡ്സ് കാണുമ്പോൾ മനസ്സിലാവും. ഈ പേഴ്സന്റെ എനർജി 2 of Swords ആണ്. അവരുടെ എനർജി ആക്ച്വലി ഒരു ക്രോസ് റോഡ്സിലാവണ എനർജിയിലാണ്. അവർക്ക് 2 ചോയ്സസ് ഉണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ, ഇല്ലാച്ച ഇതിനെ ഈ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാൻ. അവർ കുറെ ഒരു ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ സമയത്ത് അവർ കുറെ കൺഫ്യൂസ്ഡ് ആണ്. ഓണസ്റ്റ്ലി അവർക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ചിലപ്പോൾ ചില സമയത്ത് അവർ മെസ്സേജ് ചെയ്യും കുറെ ഇമ്പൾസീവ് ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജും ഇല്ലാണ്ട്, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ കുറെ ഒരു കൺഫ്യൂസ്ഡ് പേഴ്സൺ ആണ്. ഓക്കെ, അവർക്ക് അറിയില്ല എക്സാക്ട്ലി അവർക്ക് എന്താ വേണ്ടതെന്ന്. കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ 6 of Swords ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് വിട്ടിട്ട് മുമ്പോട്ട് പോവാനാണ് നോക്കണേ. 10 of Pentacles, Temperance. ഇവിടെ ബാലൻസിന്റെ എനർജിയാണ് ടെമ്പറൻസ്. 10 of Pentacles ഒരു മാരേജിന്റെ എനർജിയാണ്, അതിൽ ലോങ് ടേം റിലേഷൻഷിപ്പിന്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സണിന് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, പക്ഷെ മറ്റേ പേഴ്സൺ ഷുവർ അല്ല. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേഴ്സണെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നെ. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ്. നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്. അതിനെ ഹീൽ ചെയ്തിട്ടേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ അവർ അതിനെ ഒന്ന് നോക്കാണ്ട്, എന്നുവെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് വേറെ ആൾക്കാരിലല്ല. അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ഫ്യൂച്ചർ അല്ലാച്ചാലും നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. അവർ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല എങ്ങനെ ഫീൽ ചെയ്യാൻ. എന്നുവെച്ചാൽ അവരുടെ മുമ്പും അഫെയർസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ഈ ബോണ്ട് കുറെ സ്പെഷ്യൽ ആണ്, കുറെ ഇമോഷൻസ് അറ്റാച്ച്ഡ് ആണ് ഇവിടെ.
നിങ്ങൾക്ക് ഇന്റൻഷൻസ്, നിങ്ങളുടെ ഒരു മാരേജ്, ഒരു ഫാമിലി, കുട്ടിയോള്, അതൊക്കെയാണ് നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ കുറെ ഇൻ ആൻഡ് ഔട്ട് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണം. അത് ഇല്ലാണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവാൻ റെഡി അല്ല. ഓക്കെ, ഈ പേഴ്സന്റെ ഇന്റൻഷൻ 5 ഓഫ് കപ്സ് ആണ്. ഇവർ ആക്ച്വലി ഓൾറെഡി ഈ റിലേഷൻഷിപ്പ് മിസ് ഔട്ട് ആയി എന്നാണ് അവർക്ക് തോന്നുന്നത്. ഇത് ലൂസ് ചെയ്തു അവർ, ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ തിരിച്ചു വരില്ല എന്നാണ് അവർക്ക് ഫീൽ ചെയ്യണത്. അവർക്ക് റിഗ്രറ്റും ഉണ്ട് കുറെ. അത് മുമ്പ് തന്നെ അവർ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇത്രയും ഈ സെപ്പറേഷൻ ഉണ്ടായില്ല പറഞ്ഞ അത് ആ സ്റ്റേജ് വരെ തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അവര് ഈ അത്ര എഫേർട്ടും ഇട്ടുണ്ടായില്ല മുമ്പേ. അവർ ഈ റിലേഷൻഷിപ്പിനെ ഒരു കാഷ്വൽ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ അത് റിയലൈസ് ചെയ്യണു, അത് അവർക്ക് കുറച്ചുകൂടിയും എഫേർട്ട് ഇടായിരുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ എടുക്കും. നിങ്ങൾ ഈ പേഴ്സണെ ആദ്യം അപ്രോച്ച് ചെയ്യും ഫ്യൂച്ചറിൽ. ക്വീൻ ഓഫ് വാൻഡ്സ് എന്താണ്? പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവില്ല വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വാക്ക് അവേ ചെയ്യും. 8 ഓഫ് കപ്സ് എന്നുവെച്ചാൽ നിങ്ങൾ കുറെ കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് കിട്ടും, ലോങ് ടേം റിലേഷൻഷിപ്സും കിട്ടും. അപ്പോൾ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അങ്ങനെ എഫേർട്ട് ഇല്ല വെച്ചാൽ നിങ്ങൾ വാക്ക് അവേ ചെയ്യും. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എഫേർട്ട് പറഞ്ഞ ആക്ഷൻ 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. ആദ്യം അവരുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്, ആക്ഷനും ഇംബാലൻസ്ഡ് ആണ്. ചില സമയത്ത് അവർ കോണ്ടാക്ട് ചെയ്യും, പിന്നെ കോണ്ടാക്ട് ചെയ്യില്ല, അങ്ങനത്തെ എനർജിയാണ്. അപ്പോൾ അവര് വെയിറ്റ് ആണ് ആക്ച്വലി ചെയ്യണത്. എന്നുവെച്ചാൽ അവർ എക്സ്പെക്ട് ചെയ്യണത് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവും എന്നാണ് അവരുടെ ഹോപ്പ് ഉള്ളത്. അപ്പൊ എന്താണ് ഇവിടെ ഔട്ട്കം? ഔട്ട്കം ഏസ് ഓഫ് സോർഡ്സ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും, ഒരു ഓഫറും ഉണ്ടാവും. പക്ഷെ ഇത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഇതിൽ അത്ര ഇൻവെസ്റ്റഡ് അല്ല. മറ്റേ പേഴ്സൺ കുറെ സ്റ്റേബിൾ ആണ്. ഒരു പേഴ്സൺ ഇവിടെ കുറെ സ്റ്റേബിൾ ആണ്, മറ്റേ പേഴ്സൺ ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഉണ്ടാവുമ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ഞാൻ ഔട്ട്കം ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ളത്? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. It was my fault, but I blamed you. We both know I am not the one for you. I love you unconditionally. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെസ്സേജസ്. ഈ പേഴ്സന്റെ സൈൻസ്, ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറെ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലീവ്, സാജിറ്റേറിയസ്. പെന്റിക്കിൾ എനർജീസും കുറെ ഉണ്ട്, Taurus, Virgo, Capricorn and Scorpio. ഓക്കെ, ഇതാണ് സാജിറ്റേറിയസ് എനർജിയും ഉണ്ട്. അപ്പൊ ഇതാണ് സയൻസ് ഞാൻ ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യാൻ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.